CH കൈകാര്യം ചെയ്യാത്ത വകുപ്പുകളില്ല. നമ്മൾ പൊതുവെ എല്ലാ വകുപ്പുകളും CH കൈകാര്യം ചെയ്യുന്നതാണ്. വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ കാലം CH കൈകാര്യം ചെയ്ത വകുപ്പ്. പൊതുമരാമത്തും കേരളം കണ്ട ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. ഇതൊക്കെയാണെങ്കിലും കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ലീഗ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടായി. അങ്ങനെ ഞാൻ അതൊന്ന് പരിശോധിച്ചു. എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ, പൊതുവെ നമ്മളങ്ങനെ നോക്കിയാൽ കാണാറില്ല, ധനകാര്യ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്തതായിട്ടും നമ്മുടെ മുൻഗാമികൾ ആരെങ്കിലും കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു. ആ പരിശോധനയും എന്നെ നിരാശപ്പെടുത്തിയില്ല. 1977 കരുണാകരൻ സർക്കാരിൽ കുറച്ചു കാലം CH മുഹമ്മദ് കോയ സാഹിബ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ ഗവൺമെന്റിന്റെ ഒന്നാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും CH ആയിരുന്നു എന്നുള്ളത് രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 6 മന്ത്രിമാര് മാത്രം ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭ, അതാണ് 1977 കരുണാകരൻ മന്ത്രിസഭയുടെ തുടക്കം. ആ ഗവൺമെന്റിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് CH ആണ്. അങ്ങനെ കേരള നിയമസഭയുടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ, ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വകുപ്പ് മന്ത്രി, ഇങ്ങനെ നോക്കിയാൽ CHന്റെ റെക്കോർഡുകൾ ചരിത്രത്തിൽ ഇന്നും ഭേദിക്കാതെ കിടക്കുകയാണ്. അങ്ങനെ കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി ആയിരിക്കെ 56ാമത്തെ വയസ്സിലാണ് കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ ഹൈദരാബാദിൽ ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഒരു യോഗത്തിന് ചെല്ലുമ്പോഴാണ് ദേഹാശ്വസ്തത്തെ തുടർന്ന് CH നമ്മളോട് വിട പറയുന്നു. വല്ലാത്ത ഒരു കർമ്മയോഗിയായിരുന്നു CH എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രഭാഷകൻ, എഴുത്തുകാരൻ, സാഹിത്യകാരൻ, നിരവധി പുസ്തകങ്ങൾ CHൻ്റെതായി വന്നിട്ടുണ്ട്. ഞാൻ കണ്ട മലേഷ്യ, റഷ്യയിൽ പോയതിനെ കുറിച്ച് വേറെ ഒരു നിരീക്ഷണമുണ്ട്. ഉറൂബിന് ശേഷം കേരളത്തിലെ സഞ്ചാര സാഹിത്യത്തിൽ ഏറെ സംഭാവന നൽകിയ ഒരാളാണ് CH മുഹമ്മദ് കോയ സാഹിബ്. CHൻ്റെ പ്രഭാഷണം മുസ്ലിം ലീഗ് പാർട്ടിക്ക് നൽകിയ ഉത്തേജനവും ആവേശവും ചെറുതല്ല. ഇന്നത്തെ കാലമല്ല. വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, യൂട്യൂബില്ല, മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോൺ പോലും ശരിക്കില്ല. CHനെ ഒരു യോഗത്തിന് ബുക്ക് ചെയ്ത് വന്നാൽ ആ തലമുറയൊക്കെ